ഇപ്പം നാളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ ഏറെക്കാലമായിട്ട് സി പി എമ്മിൻ്റെ ഈ കടന്നൽ രാജയായിരുന്ന പി വി അൻവർ വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആർ എസ് എസും ഇവിടുത്തെ ആഭ്യന്തരവും വകുപ്പും ഭരണകൂടവും തമ്മിലുള്ള പലതരത്തിലുള്ള പ്രീണനങ്ങളെയും നെക്സസുകളെയും കൊണ്ടുവന്നിട്ടാണ് അതിൽ നിന്ന് രാജിവെച്ചത് കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആ ചർച്ചകൾ നോക്കിയാൽ ഇത് ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് തോന്നുക. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിൽ നിലവിൽ അതിൻ്റെ ഒരു ചർച്ചകൾ ഇവിടുത്തെ മാധ്യമങ്ങളാകട്ടെ മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ഈ ചർച്ചകൾക്ക്. അത് 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ 2021 ലോക്സഭാ ഇലക്ഷനുമെല്ലാം സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ചർച്ചകളാണ് കേരളത്തിൽ സി പി എം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൽ ഒരു സന്ദർഭത്തിൽ കേരളം ഭരിക്കാൻ പോകുന്നത് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന് പറയുന്നൊരു നരേഷൻ ഒരു സമുദായത്തിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നു. പിന്നീട് ജമാഅത്ത് ഇസ്ലാമിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ വർഗീയത എന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇത് വരുന്നു. ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ സമാനമായിട്ടുള്ള രൂപത്തിലുള്ള ഇത് കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു വരേണ്ട സമയത്ത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാമുദായിക ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകൾ ഉയർന്നു വരുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ അല്ല, അത് ബോധപൂർവം തന്നെയാണ്. അത് അറിയാത്തത് കൊണ്ടോ അവർ ഉപയോഗിക്കുന്നത് ഒരു വംശീയമായിട്ടുള്ള പരാമർശങ്ങളാണോ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബോധപൂർവമായിട്ടുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിട്ട് കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ അവർ വിജയിച്ചു എന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു ഡിസ്കഷൻ ആളുകളുടെ പബ്ലിക് കോൺഷ്യസിൽ അത് ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാരണം ഇന്നലെ ഗോവിന്ദൻ ആർ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമാണ് പബ്ലിക്കിൽ ഈ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളൊരു കാരണമായിട്ടുള്ള ആർ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടോ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടോ ചർച്ചകൾ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരന്തരമായ തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ഇതിനെ ഇസ്ലാമോഫോബിക് എന്ന് പറയുന്ന വ്യാഖ്യാനം കൊണ്ട് വിശദീകരിക്കുമ്പോൾ തന്നെ അതിനെ തിരിച്ചും അതേ നരേഷൻ കൊണ്ട് തന്നെ അടിച്ചമർത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ വലിയ അർത്ഥത്തിലുള്ള ഒരു ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഫലത്തിൽ അത് വോട്ടിൽ ചിലപ്പോൾ ബാധിക്കുമോ ഇല്ലയോ എന്നത് വേറെ കാര്യം. പക്ഷേ അതൊരു പബ്ലിക്കിൻ്റെ ഇവിടുത്തെ ഒരു സെൻസിലും ഇവിടുത്തെ സമുദായങ്ങൾക്കിടയിലുള്ള ബന്ധത്തിലും അത് വലിയ അർത്ഥത്തിലുള്ള ഒരു വിള്ളലായിരിക്കും ഇതുണ്ടാക്കുന്നതെന്നാണ് തോന്നുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനൊരു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അൻവർ മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയ ഒരു ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് മലപ്പുറത്ത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ, ഇതൊക്കെയാണ് അൻവർ ആക്ച്വലി ഉയർത്തിയത്. അതായത് ഈ ഒരു വിഷയമായിട്ട് ഉയർത്തത് അത് കൂടുതൽ ഉയർന്നു വരികയും അത് ആദ്യം സർക്കാരിനെതിരല്ലാതായി നിൽക്കുകയും പിന്നീട് സർക്കാർ തന്നെ അതിൽ ഒരു പ്രതിക്കൂട്ടിലാവുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ പല ഒരു പരിണാമം അതിന് ഇടയിലുണ്ടായിരുന്നു. ഇതിനൊരു ഘട്ടത്തിലാണ് പിൽക്കാലത്ത് നമ്മളെല്ലാവരും കണ്ടതുപോലെ അൻവർ പാർട്ടി വിട്ടു പോരുകയും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ മലപ്പുറത്ത് നടക്കുന്ന ഒരു ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രചാരണങ്ങളും ഇസ്ലാമോഫോബിയുടെ ചില സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. നിർഭാഗ്യവശാൽ അൻവർ ഉന്നയിച്ച ഒരു വിഷയം പോലും പിൽക്കാലത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ആ വിഷയമൊന്നും ഇന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയുടെ ഭാഗമല്ല. ഈ വിഷയം ചർച്ചയിലേക്ക് വരരുത് എന്ന് തീരുമാനിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതിൽ ഒരു കാര്യം ഇടതുപക്ഷം അതിൽ വിജയിച്ചിട്ടുണ്ട്. അതായത് ഈ ചർച്ചകളിലേക്ക് ഒരിക്കൽ പോലും പോകാതെ, അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്തുകൊണ്ടാണോ ആ കാരണങ്ങളൊന്നും ചർച്ചയിലേക്ക് വരാതെ തികച്ചും മറ്റൊരു വ്യത്യസ്തമായ കാര്യത്തിലേക്ക് ഇതിനെ കൊണ്ട് കെട്ടാനായിട്ട് ഇടതുപക്ഷം കഴിഞ്ഞിട്ടുണ്ട്. ആ ചർച്ചകളെ നയിക്കുന്ന ഇടതുപക്ഷമാണ്. ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്തും ഇതേപോലെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയിലേക്കാണ് ചർച്ചകൾ മുഴുവൻ കൊണ്ടുപോയത്.
അതിന് മുന്നുണ്ടായിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ ചർച്ചകൾ ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു നരേഷൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ഒരു ആഖ്യാനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് ഗുണകരമാവുന്ന രീതി, അല്ലെങ്കിൽ ഒരുപക്ഷെ വിവിധ പഠനങ്ങളിലൂടെ കേരളത്തിൽ ഉയർന്നു വരുന്ന ഇസ്ലാമോഫോബിയുടെ ഒരു ശക്തമായ സാന്നിധ്യം ഒരുപക്ഷെ അവരെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് ഇത്തരം സാഹചര്യത്തിലായിരിക്കാം അവർ ബോധപൂർവം തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് CPM എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഒരു എസൻസ് നഷ്ടപ്പെട്ടതിന് ശേഷം രൂപപ്പെട്ടു വന്ന ഒരു സാഹചര്യത്തെ നിരന്തരമായി മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇതിനു മുമ്പൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് 2006 VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്ന നമുക്കറിയാം. ടാറ്റയെ കണ്ടാൽ അതിനു മുന്നിൽ മൂത്രമൊഴിക്കും AK ആൻ്റണി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂമിയില്ലാത്ത മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച്, അല്ലെങ്കിൽ ജനകീയ സമരങ്ങളെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഏറ്റെടുത്ത് അതിൻ്റെ ഗ്രാൻഡ് പാരൻസൊക്കെ ആയിട്ട് ചമഞ്ഞാണ് CPM അതിൻ്റെ രാഷ്ട്രീയ ബേസിനെ രൂപപ്പെടുത്തിയിരുന്നത്. എന്നാൽ VS അച്യുതാനന്ദൻ വിഭാഗം ഉണ്ടാക്കിയിരുന്ന അത്തരം ഒരു പൊളിറ്റിക്സിൻ്റെ, ഒരുപക്ഷെ അത്തരം പൊളിറ്റിക്സ് ഇവിടുത്തെ വലതുപക്ഷ പൊളിറ്റിക്സിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ UDF ഗ്രീൻ MLA-മാരുണ്ടായിരുന്നു. ഈ ഗ്രീൻ MLA-മാരെ രൂപപ്പെടുത്തിയെടുക്കാൻ വലതുപക്ഷം നിർബന്ധിതമാകുന്നത് ഇടതുപക്ഷം ഒരു ഭാഗത്തുണ്ടാക്കിയിട്ടുള്ളൊരു സോഷ്യൽ പ്രഷറാണ്. അതിനുശേഷം പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ വരികയും ആ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ഒരു കോർപ്പറേറ്റ് മുതലാളിത്ത ഒരു ചൈനീസ് മോഡൽ കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസ് CPM ആരംഭിച്ചതിന് ശേഷം അവർക്ക് പിന്നീട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തോ, അത് പറഞ്ഞോ, ജനങ്ങളുടെ ക്ഷേമം പറഞ്ഞോ വോട്ട് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് മാർക്കറ്റ്? പൊളിറ്റിക്സിൽ മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ലോക ഇസ്ലാമോഫോബിക് ഒരു കോണ്ടെക്സ്റ്റ് നിലനിൽക്കും. ഇന്ത്യയിൽ പ്രത്യേകിച്ചും അതിന് നല്ല മാർക്കറ്റുള്ളൊരു കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ കൊണ്ടും കൊടുത്തും ഉപയോഗപ്പെടുത്തി വളരാമെന്ന CPM-ൻ്റെ പരീക്ഷണങ്ങളുടെ അവസാനത്തെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതല്ലാതെ CPM സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എടുത്തൊരു അജണ്ടൻ്റെ ഭാഗമല്ല. അപ്പോൾ അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിലും അതിൻ്റെ ഒരു ഗുണം ലഭ്യമാക്കുന്നതിലൊക്കെ CPM ഏതോ ഒരർത്ഥത്തിൽ ഏറിയും കുറഞ്ഞും വിജയിച്ചു പോന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയിലാണുള്ളത്. ഇത് സത്യത്തിൽ ഞാൻ നിലമ്പൂർ മണ്ഡലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്ത അനുഭവം എനിക്കുണ്ട്. പക്ഷെ ഇതൊന്നും താഴെത്തട്ടിൽ ചർച്ചയില്ലാത്ത വിഷയം. നിങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ പോയി നോക്കിയാൽ അവിടെ കാണുന്ന വലിയ ഫ്ലെക്സുകളിൽ മുഴുവൻ ഞാൻ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് PV അൻവർ ചോദിക്കുന്ന, അദ്ദേഹം ഉയർത്തിയ മുഴുവൻ രാഷ്ട്രീയവും വളരെ വ്യക്തമായി അങ്ങനെ രാഷ്ട്രീയം എഴുതിയ ചുമരുകൾ നിരന്തരമായി നമുക്ക് നിലമ്പൂരിലെ ടൗണുകളിലും അങ്ങാടികളിലും കാണാൻ കഴിയും. അതിൽ സ്വാഭാവികമായും അൻവറിനോട് ആളുകൾക്ക് ആ രാഷ്ട്രീയം അൻവർ ഉയർത്തുന്നു എന്നുള്ളൊരു പ്രസക്തിയുണ്ട്. പക്ഷേ ഇതിനെ ഇതൊരു മാനേജ്മെൻറ്റ്, ഇതൊരു മീഡിയ മാനേജ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇതിൽ നടക്കുന്നത്. ഇതിന് കൃത്യമായിട്ടും CPM-ൻ്റെ ഈ ഇലക്ഷനിലെ മീഡിയ മാനേജ്മെൻറ്റ് നടത്തുന്നത് നികേഷ് കുമാറും ജോൺ ബ്രിട്ടാസുമാണ്. അതുപോലെ സരിൻ. ഈ 3 ആളുകളാണ് CPM-ൻ്റെ മീഡിയ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം അതിൽ പറയാനുള്ളത്, ഇപ്പോൾ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു എഡിറ്റേഴ്സ് അവറിൽ അദ്ദേഹം നടത്തിയൊരു പരാമർശം എന്നെ വല്ലാണ്ട് കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ നികേഷ് കുമാർ പറയുന്നൊരു വർത്തമാനം, KM ഷാജി മുസ്ലിം ലീഗിലെ ഒരു സെക്കുലർ നേതാവാണ്. അപ്പോൾ ഞാൻ കരുതിയത് അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളിലുള്ള പരമ്പരാഗത സോക്കോൾഡ് സെക്കുലർ നരേറ്റീവിൻ്റെ ഫ്രെയിംവർക്കിൽ ഷാജി പറയുന്നത് കൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നതാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം അതിന് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അഴീക്കോട് പോലെയുള്ള ഒരു സെക്കുലർ മണ്ഡലത്തിൽ നിന്നാണ് KM ഷാജി വിജയിച്ചു വരുന്നത്. എന്താണ് അതിൻ്റെ നരേഷൻ? അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചു വരുന്ന മുസ്ലിം ലീഗ് MLA-മാർ മതേതരല്ലാതാവുകയും മുസ്ലിം ഭൂരിപക്ഷമില്ലാത്ത അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഷാജി സെക്കുലർ ആകുകയും വരുന്നത്, ഇത് വളരെ നികേഷ് കുമാർ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ CPM-ൻ്റെ മുഴുവൻ നരേഷനുകളുടെയും ബിൽഡ് ചെയ്ത് അതിന് മോണിറ്റർ ചെയ്യുന്ന നികേഷ് കുമാറിൻ്റെ ഉള്ളിലുള്ള ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത്തരം വീക്ഷണങ്ങളാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, ഇതിങ്ങനെ സംഭവിച്ചു പോകുന്ന 2006 ശേഷം അഥവാ 2011 ശേഷം പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ വഴിമാറിയ ഒരു സാഹചര്യത്തിൽ പരമ്പരാഗത ഇടതുപക്ഷ നരേറ്റീവുകൾക്കപ്പുറത്ത് അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഒരു ചൈനീസ് മോഡൽ കമ്മ്യൂണിസ്റ്റ് എക്സസൈസ് നടത്താൻ CPM തീരുമാനിച്ചപ്പം
പിന്നീട് ജയിക്കാൻ എന്ത് മാർക്കറ്റുണ്ട് എന്ന അന്വേഷണത്തിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ഈ ജമാഅത്തെ ഇസ്ലാമി വിവാദത്തെ CPM കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു 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 ബേസ്. ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാദേശികമായിട്ട് ചിലപ്പോൾ ഇത് പ്രതിഫലിക്കണമെന്ന് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന CPM ഇത് മുന്നിൽ കാണുന്നത് ഇപ്പോൾ പി ജയരാജൻ്റെ പുസ്തകം വന്നു മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച്. അത് യഥാർത്ഥത്തിൽ CPMൻ്റെ ഒരു നിയമസഭാ പ്രചാരണത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ തന്നെ എന്താണ് CPM മുന്നോട്ട് വയ്ക്കുന്ന നരേഷൻ എന്നത് ആ പുസ്തകത്തിലൂടെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി വരുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ, അടുത്ത വരുന്ന ഇലക്ഷനുകൾ എന്ത് നരേഷനാണ് മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ സവിശേഷമായിട്ടും ഇതിൽ എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ആരോപിക്കുന്നത് എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നു വരാറുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത് നടന്നൊരു ചാനൽ ചർച്ചയിൽ ഇപ്പോൾ അനിൽകുമാറാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിട്ടൊരു പരാമർശം അവരെ രാഷ്ട്രീയ പരാമർശമല്ല, അവർ ബുദ്ധിയില്ലാത്തവരാണ്, ഇങ്ങനത്തെ അവരുടെ മന്ദബുദ്ധികളാണ് തുടങ്ങിയ പരാമർശം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു തോന്നുന്നു കെ ഷഫീഖ് അത് വംശീയ പരാമർശമാണ് എന്ന് അനിൽകുമാറിനോട് പറഞ്ഞപ്പോൾ അനിൽകുമാർ കൈവക്കിയിട്ട് അതെങ്ങനെ വംശീയ പരാമർശമാകും, ലീഗിനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ആവുക എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഏത് മുസ്ലിം സംഘടനകളെക്കുറിച്ച് പറഞ്ഞാലും തിരിച്ച് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുൻനിർത്തിയിട്ടുള്ള ഒരു ആരോപണത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ എങ്ങനെയാണ് അത് ഇസ്ലാമോഫോബിയ? ഇത് യഥാർത്ഥത്തിൽ CPM ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മുസ്ലിം സമൂഹം പിന്നെ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പഠനം നടക്കുന്ന ഇതിനെ എത്രത്തോളം ലഘൂകരിച്ചു കൊണ്ടാണ് അതിനെ മനസ്സിലാക്കുന്നതും അതിനെ ആ ആരോപണങ്ങൾ എങ്ങനെയാണ് അതിനെ നിഷേധിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. കാരണം നിങ്ങൾക്ക് നോക്കാം, ഇപ്പോൾ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഒരു 99% ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആൻറ്റി BJP ആണ്. അവർ പൊളിറ്റിക്കലി തന്നെ ആൻറ്റി BJP ആയതുകൊണ്ട് അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ ഒന്നുകിൽ ഇവിടെയുള്ള സെക്യുലർ എന്ന് പറയുന്ന കക്ഷികൾക്ക് വോട്ട് കൊടുക്കുക എന്നതാണ്. അതായത് ചിലപ്പോൾ കേരളത്തിലെ സാഹചര്യം എടുത്താൽ UDFനോ LDFനോ അവരുടെ വോട്ട് കൊടുക്കുകയാണ്. മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ സ്വയം നിലയ്ക്ക് രൂപപ്പെടുത്തിയ പാർട്ടികളിൽ നിന്ന് എന്ത് ചെയ്യുക, മത്സരിക്കുക. ഈ 3 ഓപ്ഷൻ സ്വീകരിച്ചാലും അവരെന്താണ്, വർഗീയവാദികളാണ്. നിങ്ങൾ സ്വയം നിലയ്ക്ക് മത്സരിച്ച് നോക്കൂ, അപ്പോൾ അവരെന്ത് ചെയ്യും, വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഇത് കൊടുക്കുന്ന BJPയുടെ B ടീം എന്ന് പറയുന്ന വർഗീയവാദ നരേഷൻ ഉണ്ടാവും. ഇനി പിന്നെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് അവർ മൊത്തമായിട്ട് വോട്ട് കൊടുത്താലും ഈ വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്ന ആരോപണത്തിൽ നിന്ന് മുക്തമല്ല. എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ ബാക്കി BJPക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിറ്റികൾ, ഇപ്പോൾ കേരളത്തിലെ തന്നെ ഇപ്പോൾ നിലവിലെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷനുള്ള നായർ കമ്മ്യൂണിറ്റി എടുക്കുക. നായർ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു വിഭാഗം BJPക്ക് വളരെ പൊളിറ്റിക്കലി തന്നെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ടും ഇന്നേ വരെ CPMൻ്റെ ഭാഗത്ത് നിന്ന് നായർ കമ്മ്യൂണിറ്റിയെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വർഗീയവാദമെന്നോ തീവ്രവാദമെന്നോ പദാവലി രൂപപ്പെടുത്തായി കാണുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് കാസ് പോലെയുള്ള സംഘടന വഴി വലിയ അർത്ഥത്തിലുള്ള വലതുപക്ഷവാദങ്ങളും തീവ്രവാദങ്ങളും കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇത്തരത്തിൽ ആ കമ്മ്യൂണിറ്റിയെ മാത്രമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വർഗീയവാദം അവരുടെ ജനാധിപത്യ അവകാശത്തെ വിലയിരുത്തിക്കൊണ്ട് ഒരിക്കലും CPM നടത്തുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയത ആവട്ടെ തീവ്രവാദമാകട്ടെ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി മുൻനിർത്തിയാണ്. അത് ഒരു സന്ദർഭത്തിൽ പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത്. അവർ പറയാത്തൊരു മുസ്ലിം സംഘടനയില്ല. കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വർഗീയതയും തീവ്രവാദവും CPM ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ വർഗീയത എന്ന് പറയുന്ന ടേം ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത, ആ ടേമാണ് നമ്മളതിനെ അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് വംശീയവാദികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയ അർത്ഥം നൽകിയൊരു വാക്കാണ് വർഗീയത എന്ന് പറയുന്നത്. ശരിക്കും വർഗീയത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. അതായത് ഇപ്പോൾ ഒരു SNDP നേതാവ് സ്വയം ഞങ്ങളൊരു വർഗീയവാദിയാണെന്ന് പറയുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് 30കളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വർഗീയത എന്നുള്ള വാക്ക് വളരെ പോസിറ്റീവ് സെൻസിൽ നമ്മുടെ നാട്ടിൽ കീഴാള സമുദായങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അവരുടെ താല്പര്യങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കാണ് വർഗീയത എന്ന് പറയുന്നത്. അതായത് ഈ വർഗീയ നിയോജകമണ്ഡലങ്ങൾ തുടങ്ങിയ പഴയ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത് വരുന്നത്. അപ്പം നമ്മളുടെ സാധാരണ ചർച്ചകളിലും വർഗീയതയുടെ അർത്ഥം ഇതാണ്. അപ്പോൾ കീഴാള സമുദായങ്ങളും വർഗീയവാദികളാണ്
മറ്റ് സമുദായങ്ങളും വർഗീയവാദികളാണ്, ജന്മിമാരും വർഗീയവാദികളാണ് ആ കാലഘട്ടത്തിൽ. കാരണം അവരൊക്കെ ഓരോ വർഗത്തെ പ്രതികരിക്കുന്ന അർത്ഥത്തിൽ. പക്ഷെ ഒരു ഏകദേശം ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഈ വർഗീയത എന്നുള്ള വാക്കിനെ ഒരു മോശം അർത്ഥം കടന്നു വരുന്നത്, ഒരു സ്വാർത്ഥത എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം കടന്നു വരുന്നത് വളരെ വളരെ ഒരു 47 അടുത്ത് കാലത്താണ്. അപ്പോൾ ആ സമയത്ത് അവർ ഒരു തരംതിരിവ് നടത്തുന്നുണ്ട്. വർഗീയവാദികൾ 2 തരം സമുദായങ്ങൾ അവർ തരംതിരിക്കുന്നത്: ദേശീയതയോട് ആഭിമുഖ്യമുള്ള സമുദായങ്ങളും ദേശീയതയോട് ആഭിമുഖ്യമില്ലാത്ത സമുദായങ്ങൾ. ഇപ്പോൾ കീഴാള സമുദായങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, കീഴാള സമുദായങ്ങൾക്ക് ദേശീയതയോട് പറയത്തക്ക ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. 47 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് പറയുന്ന ഇതിൽ അത് റെഫറൻഡം മതി ചേരാമെന്നാണ് SNDP തീരുമാനിച്ചത്. SNDPയുടെ ആലോചന അങ്ങനെയാണ്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, പട്ടേലുമാരുടെയും ഗാന്ധിമാരുടെയും ഇന്ത്യയിൽ പോയി ചേരാൻ ഈഴവർക്ക് താല്പര്യമില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ദേശീയതയോട് ആ രീതിയിലുള്ള ഒരു വിമർശനാത്മക സമീപനമാണ് കീഴാള സമുദായങ്ങൾ എല്ലാ കാലത്തും വെച്ച് പുലർത്തിയിട്ടുള്ളത്. പക്ഷെ 47 ശേഷം എന്ന് വെച്ചാൽ കീഴാള സമുദായങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ വർഗീയത എന്ന് വിളിക്കുന്നൊരു സന്ദർഭം 47 ശേഷം ഉണ്ടായി. 47 മുതൽ ഒരു 50-60 ആകുമ്പോഴേക്കും ഈ കീഴാള സമുദായങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തെ അതിന് ഒഴിവാക്കുകയും പകരം മതപരമായൊരർത്ഥം വർഗീയതയ്ക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 47 ശേഷമാണ് ശരിക്കും വർഗീയതയ്ക്ക് മതം എന്ന് പറയുന്നൊരു അർത്ഥം നൽകുന്നത്. മതപരമായൊരു കാര്യത്തെ കാണുന്ന ആ രീതിയിലൊരു അർത്ഥം ലഭിക്കുന്നത് 47 കൂടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഏറ്റവും നമുക്ക് നോക്കി കാണാൻ പറ്റും, മുസ്ലിം ലീഗാണ് വർഗീയതയ്ക്ക് അർത്ഥം എന്താണെന്ന് നിങ്ങൾ നിശ്ചയിക്കണം എന്ന് ദേശീയോദ്ഗ്രഥന സമിതിയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ എന്താണ് വർഗീയത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അപഹസിക്കാവുന്ന ഒരു വാക്കായിട്ട് അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വർഗീയത ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദേശീയോദ്ഗ്രഥന സമിതിയിൽ ഒരു ആവശ്യപ്പെട്ടത് വർഗീയതയ്ക്ക് ഒരു അർത്ഥം നൽകാനാണ്. ആ സമയത്ത് മോട്ടിലാൽ നെഹ്റുവിൻ്റെ ഒരു കോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ആ സമയത്ത് മുസ്ലിം ലീഗ് വാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വർഗീയത എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കീഴാളരായിട്ടുള്ള ആളുകളെയും ന്യൂനപക്ഷങ്ങളെയും അപഹസിക്കുന്നതിന് വേണ്ടി പിൽക്കാലത്ത് അതിനർത്ഥം നൽകുകയും അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലൊരു വിധി ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ് മുസ്ലിങ്ങളും കീഴാളരും അവരുടെ ആവശ്യങ്ങൾ പറയുന്നത്. അതായത് ഈ വാക്കിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ വാക്കിനെ നമ്മൾക്ക് ഡീകൺസ്ട്രക്റ്റ് ചെയ്യാതെ ഈ വാക്ക് കൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അർത്ഥം നൽകിയ ഒരു വാക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയില്ല. കാരണം അത് അവരുടെ കഥ പറയാൻ വേണ്ടി അവരുപയോഗിക്കുന്ന വാക്കുകളാണ്. അത് അവരുടെ കഥയാണ്, അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതേ കഥയിൽ അംഗങ്ങളാവാനോ നമുക്കതിൻ്റെ ഒരു ഭാഗമായി മാറാനായിട്ട് അവരുടെ വാക്ക് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുക. അതാണ് ഈ വർഗീയത തുടങ്ങിയ വാക്കുകളുടെ പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ സവർണരെ സംബന്ധിച്ചിടത്തോളം, സവർണ ദേശീയവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. ഒരു പോപ്പപ്പ് മെനു പോലെ ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചാൽ കുറേ ചരിത്രം അതിൻ്റെ കടന്നു വരും. അപ്പോൾ ഇതിൽ ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ കക്ഷി രാഷ്ട്രീയ ഇതിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ തന്നെ നമ്മൾ സമൂഹത്തിൽ വർഗീയത എന്നുള്ള വാക്ക് ഉപേക്ഷിക്കാൻ നമ്മൾ വേണ്ടത്. എന്നിട്ട് നമ്മൾ വംശീയത എന്നുള്ള വാക്കിലേക്ക് കൊണ്ടുവരികയും വംശീയത എന്ന ഈ വാക്ക് കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ അതൊന്ന് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം മുസ്ലിം സംഘാടനത്തോട് എടുക്കുന്ന ഒരു സമീപനമാണ്. രണ്ടാമത്തെ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം സംഘാടനം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇതിൽ കാണുന്നൊരു കാര്യം. ഇതും ഈ പറയുന്ന ദേശീയോദ്ഗ്രഥന സമിതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് CH ധാരാളം ലേഖനങ്ങൾ ചന്ദ്രികയില കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് മുസ്ലിം സംഘാടനത്തെ എങ്ങനെയാണ് നമുക്ക് വർഗീയതയായിട്ട് നിങ്ങളതിനെ മനസ്സിലാക്കുന്നത് എന്നാണ് CH നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം. CH മാത്രമല്ല, ആ സമയത്തെ മുസ്ലിം നേതാക്കന്മാർ മുഴുവൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണ് വർഗീയത മുസ്ലിം സംഘാടനത്തെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ മുസ്ലിം സംഘാടനത്തെ വർഗീയതയെ ചിത്രീകരിക്കുന്ന ഒരു ശൈലി 47 ശേഷം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ ശൈലിയിൽ ആരാണോ ആ സമയത്ത് അവരുടെ ഇരകളാക്കപ്പെടുന്നത്, ഒരു കാലത്തത് ലീഗായിരിക്കും, വേറെ സമയത്തത് PDP ആയിരിക്കും, കുറേ കഴിയുമ്പോഴത് ജമാ ഇസ്ലാമി, ആളുകളെ മാറ്റുകയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ പ്രധാന പ്രശ്നം അവരാണ് തീരുമാനിക്കുന്നത്. ആരാണ് ഇത്തവണ നമ്മൾ ആരെയാണ് വർഗീയവാദികളെ ചിത്രീകരിക്കേണ്ടത്, ഏത് മുസ്ലിം സംഘാടനമാണ് വർഗീയവാദികളുടെ ആ കാറ്റഗറിയിൽ പെടുത്തേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. നരേഷൻ്റെ കേന്ദ്രം അവരാണ് തീരുമാനിക്കുന്നത്. അതേസമയം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസ് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുണ്ട്. CH ആ കാലഘട്ടത്തിൽ
പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലും ക്രിസ്ത്യൻ എന്ന് പേരുള്ള എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളിൽ ഭരണകൂടത്തിൻ്റെ അംഗമായിട്ടിരിക്കുന്നുണ്ട്, ഭരിക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും നമ്മളതിനൊരു മോശമായി കാണാതെ ഇവിടെ മുസ്ലിം എന്ന വാക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലുണ്ടെന്ന കാരണത്താൽ അതിനെ വർഗീയതയിലേക്ക് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം സംഘാടനത്തെയാണ് വർഗീയതയായിട്ട് ചിത്രീകരിക്കുകയും. അപ്പോൾ അതാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. മുസ്ലിം പേര് മാത്രമല്ല, മുസ്ലിം ചിഹ്നങ്ങൾ, പച്ചക്കളറ്, കൊടി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു ഭാഗത്ത് മുസ്ലിം കർത്തൃത്വമുള്ള രാഷ്ട്രീയ പ്രതിനിധാനങ്ങളെ ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായി ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ CPM പ്രശ്നം വലിക്കുമ്പോൾ തന്നെ മുസ്ലിം സംഘടനക്ക് അകത്തുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ കക്ഷി ചേർന്ന് അതിനെ വികസിപ്പിച്ച് മുസ്ലിം സംഘടനകൾക്കിടയിൽ പരസ്പരം നിലനിൽക്കുന്ന പിന്നെ ഈ സൗഹൃദത്തെ തകർക്കാനുള്ള ഒരു പണി കൂടി ചെയ്യുന്നുണ്ട്. അതിന് പണിയെടുക്കുന്ന അവരുടെ ഒരു ബ്രോക്കറായിട്ടാണ് പലപ്പോഴും നമ്മൾ KT ജലീൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഒരു അധ്യാപകനെ പുറത്താക്കുന്നു, അവിടെ അധ്യാപകനെ മാറ്റുന്ന ഒരു വിഷയം ഒരു ആഭ്യന്തര കാര്യമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ സാങ്കേതികമായി പിന്നെ സമസ്തയിലെ വിഘടിത വിഭാഗമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു പൊതുസമ്മേളനം വെക്കുന്നു, പെരിന്തൽമണ്ണ നഗരത്തിലൊരു പൊതുസമ്മേളനം വെക്കുന്നു. അതിൻ്റെ പ്രചരണവും അതിലെ പങ്കാളിത്തവും അതിനെ നരേഷൻ ബിൽഡിങ്ങിലുമൊക്കെ CPM വേണ്ടി ഈ പറയുന്ന KT ജലീൽ എൻഗേജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം സംഘടനക്കകത്തു അങ്കടക്കത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ കക്ഷി ചേർന്ന് അവരെ ശിഥിലമാക്കുകയും മുസ്ലിം സംഘടനകളെ പരസ്പരം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു വളരെ മീഡിയ മാനേജ്മെൻറ്റ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം വരുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനൽ ഉദാഹരണത്തിന് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് ഇത്തവണ CPM വിലക്കെടുത്ത ഒരു ചാനലായിട്ടാണ് നമുക്ക് ഈ ഇലക്ഷൻ പ്രചരണത്തിൽ റിപ്പോർട്ടർ ചാനലിനെ കാണാൻ കഴിയും. മൈക്ക് കൊണ്ട് എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും അടുത്ത് പോകുന്നു. എന്നിട്ട് മുസ്ലിം സംഘടനകൾക്ക് ഇപ്പോൾ മുജാഹിദ് സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയോട് ആശയപരമായി വിയോജിപ്പുണ്ട്. അതിനെ ട്രിഗർ ചെയ്യുന്നു. അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു കമൻറ്റ് പറയാൻ പറ്റുമോ എന്ന് നിരന്തരം ശ്രമിക്കുന്നു. അതിൽ ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം സംഘടനാ നേതാക്കൾ വീണുപോയ സന്ദർഭമുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ ഒരു മുസ്ലിം സംഘടനയും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ മുസ്ലിം സംഘടനകൾ തള്ളിപ്പറയുന്നു എന്ന ഒരു പ്രതീതിയും അപ്പോൾ അവർക്ക് അവരുടെ മീഡിയ ഗിമ്മിക്കിൽ വീഴാൻ സാധ്യതയുള്ള പാവപ്പെട്ട ചില നേതാക്കന്മാരെ പോയി കാണുകയും അവരോട് ചോദിക്കും, ആ ബൈറ്റ് എടുത്തിട്ട് ഇതാ മുസ്ലിം സമുദായം പോലും തള്ളിക്കളഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ എങ്ങനെയാണ് കോൺഗ്രസ് ന്യായീകരിക്കുക എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വൃത്തികെട്ട എന്താ പറയുക നമ്മുടെ ഒരു പൊതുബോധത്തിൽ നമ്മുടെ ഒരു പൊതുവ്യവഹാരത്തിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷം പോലെയുള്ളൊരു പ്രസ്ഥാനം നിർവഹിക്കാത്ത പിന്നെ പണികളാണ് ഇപ്പോൾ CPM എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മുസ്ലിം സംഘടനകളുമായിട്ട് ഇത് CPM ചെയ്യുന്നത് മാത്രമല്ല, ആ ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ ഇടതുപക്ഷ നേതാക്കളെ മുഴുവൻ അവർ കൊണ്ടുപോയി കെട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിനോയ് വിശ്വം എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ എത്രയോ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ നിരന്തരമായി കണ്ടിട്ടുള്ളൊരു മുഖമാണ് ബിനോയ് വിശ്വം. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്താണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തര പരിപാടികളിൽ അവരുടെ ഉദ്ഘാടനങ്ങളിൽ സെമിനാറുകളിലൊക്കെ നിരന്തരം അതിഥിയായി പങ്കെടുക്കുന്ന ബിനോയ് വിശ്വത്തോട് MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന കഴിഞ്ഞ് പിറ്റേന്ന് മാധ്യമങ്ങൾ അഭിപ്രായം തേടുമ്പോൾ ഏതൊരു വർത്തമാനമാണോ MV ഗോവിന്ദൻ മാഷ് പറയുന്നത് അതിനേക്കാൾ ഡോസിൽ പറയുന്ന ഒരു ബിനോയ് വിശ്വത്തെ അവിടെ സൃഷ്ടിച്ചെടുക്കാൻ ഈ ലൂപ്പിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയുടെ സാധ്യതകളെ, മുസ്ലിം വിരുദ്ധരുടെ സാധ്യതകളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ളൊരു ക്യാമ്പയിനേ അല്ല. കാരണം നിലമ്പൂരിൽ ഈ പറഞ്ഞതൊന്നും ഇപ്പോൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പ്രവർത്തകർ കൂടുതലായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയുമായി ഒന്നിച്ച് വഴിക്കടവ് പഞ്ചായത്തിൽ 5 വർഷം ഭരിച്ചിട്ടുള്ള ഒരു മുന്നണി, ഒരു പാർട്ടി, ഒരു CPM നിലമ്പൂരിൽ ഇത് പറഞ്ഞാൽ അത് യേശുമെന്ന് നിലമ്പൂരുകാർക്ക് സാമാന്യ ബോധ്യമുണ്ടല്ലോ. MV ഗോവിന്ദനെ പോലെ അത്ര മറവി ബാധിച്ച ആളുകളെല്ലാം നിലമ്പൂരിലെ മനുഷ്യന്മാരെന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ അത്യാവശ്യം ബോധവും സ്വബോധമുള്ള ആളുകളാണ്. ഇത് ഒരു ബിഗ്ഗർ പ്ലാനാണ്. ഈ പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ 3.0ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നരേഷൻ ബിൽഡിംഗ് ആയിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഇതിൽ നേരത്തെ വർഗീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ ശരിയാണ്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കമ്മ്യൂണിറ്റി എന്നാണ് യഥാർത്ഥത്തിൽ വർഗവും വർഗീയതയൊക്കെ വിഭജിച്ച് വരുന്നത്. അപ്പോൾ ഇത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ 1909 മിൻറ്റോ മോർലി റിഫോം പ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്
കമ്മ്യൂണൽ ഇലക്ടറേറ്റുകൾ അനുവദിക്കുന്നത്. തുടർന്നാണ് ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നത്, അവരുടെ സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ടറേറ്റിന് വാദിക്കും. അപ്പോൾ ഈ ഒരു അവരുടെ ഒരു അവകാശ ചോദ്യങ്ങളെ, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനെ റദ്ദ് ചെയ്യാനായിരുന്നു യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ വർഗീയത എന്ന് പറയുന്ന പദത്തിന് നെഗറ്റീവായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇത് സമാനമായ രൂപത്തിൽ ആ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ എപ്പോഴൊക്കെയാണ് വർഗീയത എന്ന പരാമർശം ഉപയോഗിക്കുന്നതെന്ന്. ഒരു ഭരണകൂട വിമർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ അതിനെ സപ്രസ് ചെയ്യാനായിരിക്കും എന്ത് ചെയ്യുക, ഈ പദാവലി ഉയർന്നു വരിക. സമാനമായിട്ട് രൂപത്തിൽ തന്നെയാണ് നമ്മൾ തീവ്രവാദം എന്ന് പറഞ്ഞ വാക്കിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ 2025 ഇത് സംസാരിക്കുന്നത്. ഇപ്പോൾ 2025 എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം നടന്ന വാർ ഓൺ ടെറർ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ 25ാം വാർഷിക സന്ദർഭത്തിലാണ്. ഇപ്പോൾ CPM പൊതുവെ പറയാറുള്ളത് ഞങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധരാണ് എന്ന വാദം നിരന്തരം പറയുന്ന ആൾ. പക്ഷേ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തുണ്ടാക്കിയ ഒരു വാർ ഓൺ ടെറർ പ്രൊജക്റ്റിനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തീവ്രവാദം എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ആശയ വ്യത്യാസങ്ങളെന്ന് പറയുന്നത് കാലങ്ങളായിട്ട് കേരളത്തിലുള്ളതാണ്. പക്ഷേ അതിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ മാത്രം മുൻനിർത്തിയെടുത്തിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ വിമർശനത്തിൽ എങ്ങനെയാണ് ഈ വാർ ഓൺ ടെറർ പ്രൊജക്റ്റ് പങ്കാളിയായതെന്ന് ഇതിൻ്റെ ഒരു വിമർശന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ വിലയിരുത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യമായിട്ടുള്ള സുന്നി കമ്മ്യൂണിറ്റികൾക്കല്ല, അതല്ലാതെ പുറത്തുനിന്ന് പറഞ്ഞ മറ്റു മുജാഹിദ് സംഘടനയ്ക്ക് വിലയിരുത്തിയിരുന്നത് പുത്തൻവാദികൾ എന്നുള്ള പദപ്രയോഗം കൊണ്ടാണ്. തുടക്ക കാലഘട്ടത്തിൽ പുത്തൻവാദികൾ എന്ന പദപ്രയോഗം കൊണ്ടാണ്. പിന്നീട് 1970-80 കാലഘട്ടത്തിൽ ഇറാനിലെ വിപ്ലവമൊക്കെ നടക്കുന്ന സമയത്തും ഇന്ത്യയിൽ സവിശേഷമായിട്ട് ശരീഅത്ത് വിവാദം നടക്കുന്ന സമയത്ത് ആ പദാവലി മാറുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി മതമൗലികവാദം, റിലീജിയസ് എക്സ്ട്രീമിസം എന്ന് പറയുന്ന ടേമിലേക്ക് ആ വിമർശനങ്ങളുടെ ഇതെങ്ങനെയാണ് വലിയൊരു പൊളിറ്റിക്കൽ കോണ്ടാക്ട്സ് എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ തന്നെയുള്ള ഭാഷയെ സ്വാധീനിക്കുന്നതെന്നാണ്. അതേസമയം തന്നെ നിങ്ങൾക്ക് നോക്കാം 2000 വരെ ഈ കമ്മ്യൂണിറ്റികൾക്ക് അകത്ത് തന്നെ വിമർശകർ പോലും പരസ്പരം തീവ്രവാദം എന്ന് പറയുന്ന ആരോപണം പരസ്പരം ഉന്നയിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈ വാർ ഓൺ ടെറർ പ്രൊജക്റ്റിന് ശേഷം ഇന്ത്യയിൽ സവിശേഷമായിട്ട് സെക്യൂരിറ്റി ലോസ് വരുന്നു, UAPA നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടുന്നു, സിമി പോലെയുള്ള സംഘടനകൾ നിരോധിക്കപ്പെടുന്നു. അതിനെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു ഇസ്ലാമോഫോബിക് നരേഷൻ ഇന്ത്യയിൽ നടക്കുന്നു. ഇതിനുശേഷമാണ് തീവ്രവാദം എന്ന് പറയുന്ന ആരോപണങ്ങൾ പബ്ലിക്കിൽ ഉയർന്നു വരുന്നത് മാത്രമല്ല, മുസ്ലിം സംഘടനകൾ പരസ്പരം അവരുപയോഗിക്കുന്ന ഭാഷയ്ക്കകത്തേക്ക്, മറ്റുള്ളവരെ പറയുന്ന ഭാഷയ്ക്കകത്തേക്ക് വരും. അപ്പോൾ ഇതൊരു വാർ ഓൺ ടെറർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പരസ്പരമുള്ള ആശയവിനിമയങ്ങളോ ആശയ വ്യത്യാസങ്ങളോ അതുവരെ പരിചയപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഈ വാർ ഓൺ ടെറർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് പലപ്പോഴും കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഒരു ഇസ്ലാമോഫിക് പ്രൊജക്റ്റ് ആകുന്നത്, ഈ തീവ്രവാദം എന്ന് പറയുന്ന വാക്ക് പറഞ്ഞത്. തീവ്രവാദം എന്ന വാക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് കാര്യമായി ഒരിക്കലും ഇവിടെയുള്ള നിങ്ങൾക്ക് ഇവിടെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട സംഘടനകൾ എടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഘടനയും കാണാൻ കഴിയില്ല. ഇപ്പോൾ തീവ്രവാദം ഈക്വൽ ടു മുസ്ലിം എന്ന് പറയുന്ന നരേഷൻ തന്നെയാണ് തീവ്രവാദം എന്ന വാക്ക് ആത്യന്തികമായി ഉന്നയിക്കുന്നത്. അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പഹൽഗാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മുൻനിർത്തിക്കൊണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്. അവർ പിന്നെ ആ വിഷയത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഒരു വിഷയത്തിൽ അവർ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അവർ പറഞ്ഞത്. പക്ഷേ അത് പച്ചക്കള്ളമാണ്. പക്ഷെ അതിലും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ആരെ പൊളിറ്റിക്സ് ആണ് ഇങ്ങനെ പറയുന്നത്. ഇത് ആ പരാമർശത്തിലൂടെ CPM ചെയ്ത 2 കാര്യമാണ്. ഒന്ന്, പഹൽഗാമിലെ ഇഷ്യൂ എന്ന് പറയുന്നതിനൊരു മുസ്ലിം ഇഷ്യൂ ആക്കി ചുരുക്കി, അതിൽ എല്ലാ മുസ്ലിങ്ങളും അതിൽ ഉത്തരവാദിത്വം പറയേണ്ട ആളുകളാണ് എന്ന് പറയുന്ന ലാർജർ വാർ ഓൺ ടെറർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഇവിടെ സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന അതേ നരേഷനാണ് പറയുന്നത്. ഇപ്പോൾ ലോകത്ത് പൊളിറ്റിക്സ് ഓഫ് കണ്ടംനേഷൻ എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. അതായത് ഒരാൾ ഒരു വിഷയത്തിനെ നിർബന്ധിതമായിട്ട് അതിനെ എതിർക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സന്ദർഭം, അത് മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ലോകത്ത് ഒരു തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇത് വന്നാൽ അതിനെപ്പോഴും എങ്ങനെയാണ് മതപരമായിട്ടുള്ള ബാധ്യത മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വരുന്നത്. എന്നാൽ അതേസമയം റിലീജിയോസിറ്റിയിൽ നിന്നും മതപരതയിൽ നിന്നും വരുന്ന നല്ലതായ കാര്യം ഒരിക്കലും അവരുടെ ബാധ്യതയിൽ വരികയില്ല. അപ്പോൾ ഇത് ഒരു വലിയൊരു തീവ്രവാദ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക രൂപപ്പെടുത്തിയ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഇതേ പ്രൊജക്റ്റ് തന്നെയാണ്, അതിൻ്റെ ഒരു സാമ്രാജ്യത്വ ദാസ്യവേല തന്നെയാണ് CPM എന്ത് ചെയ്യുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മുൻനിർത്തിക്കൊണ്ട് തീവ്രവാദ ആരോപണം വഴി നടത്തുന്നതും. അത് കൂടുതലും ഭരണകൂട വിമർശനങ്ങളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയും അവരുടെ അവകാശ ചോദ്യങ്ങളെ നിരന്തരം അതിൽ നിന്ന് ഒരിക്കലും മുസ്ലിം സംഘടനകൾ പോലും അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് മുക്തമല്ല എന്നതാണ്
നിലവിലെ നിരന്തരമുള്ള പരസ്പരമുള്ള പഴിചാരലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതേസമയം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു നല്ല മുസ്ലിം ചീത്ത മുസ്ലിം ഇതിന് ഭാഗമായിട്ട് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു നരേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി വിവിധ സംഘടനകൾ തങ്ങൾ ഭീകരവാദികളല്ല എന്ന് ചിത്രീകരിക്കുകയും തങ്ങൾ അങ്ങനെയല്ല എന്ന് സ്വയം അതൊരു ഇസ്ലാമോഫോബിയുടെ ഒരു ആന്തരവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ആളുകൾ അതിനെ ഇൻറ്റേണലൈസ് ചെയ്യും ഇസ്ലാമോഫോബിയെ. അപ്പോൾ ആ ഇൻറ്റേണലൈസ് ചെയ്യുന്ന ഭാഗമായിട്ട് വിവിധ വിഭാഗങ്ങളെ ഒരു വർഗീയവാദികളോ ഇത് ആക്കാതെ മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുക, അല്ലെങ്കിൽ ഭീകരനാക്കാതെ മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമോഫോബിയുടെ ഒരു പ്രവർത്തനമാണ് നല്ല മുസ്ലിങ്ങളെ നിരന്തരം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് നല്ല മുസ്ലിങ്ങൾ, ആരൊക്കെയാണ് ചീത്ത മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും. അപ്പോൾ പക്ഷേ അത് മുസ്ലിങ്ങളുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കരുതുന്നില്ല. മറിച്ച് അത് മുസ്ലിങ്ങൾ അതിനെ ഇൻറ്റേണലൈസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് അല്ലേ. അത് ഒരു കാര്യം. അതേസമയം തന്നെ അപ്പോൾ അതിൻ്റെ ഒരു കർത്തൃത്വം മുസ്ലിങ്ങളുടെ ഭാഗത്തല്ല അതിൽ നിൽക്കുന്നതാണ് പറയാൻ ശ്രമിക്കുന്നത്. നമ്മളത് തിരിച്ച് മനസ്സിലാക്കാതെ മുസ്ലിങ്ങളെ ചെയ്യുന്നതർത്ഥം ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് അത് കർത്തൃത്വം ഉറപ്പായിട്ടും അത് മുസ്ലിങ്ങളിലല്ല അതിൻ്റെ കർത്തൃത്വം കിടക്കുന്നത്. അത് അതിൻ്റെ ഒരു ഉപഭാഗം മാത്രമാണ്. രണ്ടാമതായിട്ട് മുസ്ലിങ്ങളുടെ ഇന്ന് നമ്മളുടെ ഒരു സ്റ്റേറ്റ്, അതായത് നാഷണൽ സ്റ്റേറ്റിനുണ്ടായിട്ടുള്ളൊരു മാറ്റമാണ്. നാഷണൽ സ്റ്റേറ്റ് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അവകാശങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു സുരക്ഷയുടെ രാഷ്ട്രീയത്തിലേക്ക്, അതായത് അതിൻ്റെ ഭാഗമായി വരുന്ന വിഭാഗങ്ങൾക്ക് അവകാശങ്ങളല്ല ഇപ്പോൾ ഉള്ളത്, ഓരോ ആളുകളും ത്രെട്ടാണ്. ആ നാഷണൽ സ്റ്റേറ്റിൻ്റെ ത്രെട്ടുകളായിട്ട് അല്ലെങ്കിൽ സുരക്ഷയുടെ പ്രശ്നമായിട്ട് ഒരു മുസ്ലിം ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതൊരു അവകാശമായിട്ടല്ല അതിനെ മനസ്സിലാക്കുന്നത്, പക്ഷെ അതൊരു സുരക്ഷാ പ്രശ്നമായിട്ടാണ്. നമ്മളൊരു സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള മിക്കവാറും എല്ലാ സമരങ്ങളോട്, ഇന്ത്യയിൽ നടക്കുന്ന മിക്കവാറും സമരങ്ങളോട് ഒരു സമരത്തിൻ്റെ ആവശ്യങ്ങളെ മുഴുവൻ ഭീകരവാദത്തിൻ്റെ ഒരു പദാവലികൾ ഉപയോഗിച്ചിട്ടാണ് സാധാരണ പറയുക. അപ്പോൾ അവകാശ പ്രശ്നം, പൗരന്മാരൊരു അവകാശമുള്ള പൗരന്മാരിൽ നിന്നും സ്റ്റേറ്റിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. ചില കുഴപ്പക്കാരായ പൗരന്മാരിൽ നിന്ന് സ്റ്റേറ്റ് ഒരു സുരക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവകാശങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതൊരു സുരക്ഷയുടെ രാഷ്ട്രീയത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ഈ ഭീകരതയ്ക്കെതിരെ യുദ്ധത്തിൻ്റെ ഒരു നാഷണൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ളൊരു മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള എല്ലാ നിയമങ്ങളും UAP അടക്കമുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ UAPയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒരുപക്ഷെ CPM അതിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൊരു സംഘടനയാണ്. പക്ഷേ അത്തരം ചാർജിങ്ങുകൾ വരുന്ന സമയത്ത്, ഇപ്പോൾ കേരളത്തിൽ പിന്നെ UAPയെ ചാർത്തപ്പെടുന്ന സമയത്ത്, അതിൽ മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ ചാർത്തപ്പെടുന്ന സമയത്ത് ഒരു സംഘപരിവാർ നരേഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയും ഒരു CPMനെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ആത്യന്തികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കല്യാണത്തിൽ വെച്ച് എൻ്റെ ഒരു കുടുംബ സുഹൃത്തിനെ കണ്ടു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു നഗരസഭയിൽ മത്സരിച്ച ആളാണ് എൻ്റെ കുടുംബക്കാരൻ. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി UDF കണക്ഷനെ കുറിച്ചുള്ള ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ഇടതുപക്ഷക്കാരനായിട്ടുള്ള അങ്ങനെ വലിയ വായനയും വലിയ ചിന്താപരമായ ആ മേഖലയിൽ എൻഗേജ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ കൗണ്ടർ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പരിസരത്തുള്ള ആളുകൾ അത് നിർബന്ധമായി തുടങ്ങണം. അപ്പോൾ അദ്ദേഹം ഒരു വാർഡിൽ ഒരിക്കൽ മത്സരിക്കുകയും അടുത്ത തവണ മത്സരിക്കാൻ താല്പര്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ വാർഡിൽ ഞങ്ങളുടെ CPMൻ്റെ ഗ്രൂപ്പുകളിൽ മോഡി സ്തുതിയായിട്ടുള്ള വീഡിയോകൾ സഖാക്കളായിട്ടുള്ള പിന്നെ മുസ്ലിങ്ങളല്ലാത്ത പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ കൊണ്ടിടുന്ന അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്ന നിരന്തരമായ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായി ഇത്തരം ചർച്ചകൾ ആർക്ക് ഗുണം ചെയ്യും? CPMന് ഒരു ഗുണവും ചെയ്യാത്ത, CPMനെ ആത്യന്തികമായി തകർത്ത് കളയുന്ന ഒരു നരേഷനായിട്ട് ഈ ഇസ്ലാമോഫോബിക് നരേഷനെ CPM അതിൻ്റെ അണികളെങ്കിലും ഉൾക്കൊണ്ടിട്ടില്ല. CPMൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അതൊരു കോക്കസും അതൊരു നെക്സസുമായി മാറുകയും ചെയ്യുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് ഇതിനെ തിരുത്താനുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്, ഈ ഗോവിന്ദൻ മാഷ് പച്ചക്ക് നുണ പറയുമ്പം ആ നുണയോട് യാതൊരു സങ്കോചവുമില്ലാതെ താതാത്മ്യപ്പെടാൻ പറ്റുന്ന ഒരു അനുഭാവി വൃത്തത്തെ കൂടി അവർ രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു ദുഃഖകരമായ അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ റിസൾട്ട് കൊയ്യാൻ പോകുന്നത് സംഘപരിവാറാണെന്നും സംഘപരിവാർ കേരളത്തിൻ്റെ അധികാര മേഖലയിലേക്ക് വൈകാതെ തന്നെ കടന്നു വരുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ
തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ തൃശ്ശൂർ ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലും UDFനോ LDFനോ പിന്നെ ആ പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളോ നിയമസഭയിലോ അംഗങ്ങളില്ലാണ്ട് ഒറ്റക്ക് ജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലില്ല. ആ സ്ഥലത്താണ് ഒരു സംഘപരിവാർ പ്രതിനിധി തൃശ്ശൂരിൽ ജയിച്ചു വരുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് താഴെ തട്ടിലേക്ക് സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വംശീയതയും ഈ വിഭാഗീയതയും, CPMനും കോൺഗ്രസിനും ജയിക്കാൻ കഴിയാത്തൊരു കോണ്ടെക്സ്റ്റിൽ BJP കേരളത്തിൽ ജയിച്ചു വരുന്നു, ഒരു പാർലമെൻറ്റ് സീറ്റിൽ ജയിച്ചു വരുന്നു എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കാത്തത് എന്നുള്ള അത്ഭുതമാണ് അതുമായി ബന്ധപ്പെട്ട്. ഇത് അപ്പോൾ പറയും ഒരു പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്റ്റാറിന് കിട്ടിയ ഒരു ആക്സസ് ആയിട്ട് പറയും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജയിച്ചത് അടൂർ പ്രകാശ് ആണെങ്കിലും 10,000-ൽ താഴെ വോട്ടിൻ്റെ ഡിഫറൻസാണ് V മുരളീധരനും അടൂർ പ്രകാശും തമ്മിലുള്ളത്. മാവേലിക്കരയിൽ ഈ BJPയുടെ സ്ഥാനാർത്ഥി എത്ര ലക്ഷം വോട്ടിൻ്റെ അഡീഷണൽ ബാക്കപ്പാണ് ഈ ഇലക്ഷനിൽ ഉണ്ടാക്കിയെന്ന് വളരെ KC വേണുഗോപാൽ മത്സരിച്ച ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടിൻ്റെ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ആറോളം പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ജയത്തോടടുത്ത പെർഫോമൻസ് കാഴ്ചവെക്കാൻ BJPക്ക് അവസരമൊരുക്കിയത് BJP ഉൽപ്പാദിപ്പിക്കുന്ന വംശീയ രാഷ്ട്രീയത്തെ സ്വന്തം താല്പര്യത്തിനും താൽക്കാലിക ലാഭങ്ങൾക്കും വേണ്ടി CPM ഇങ്ങനെ എടുത്ത് റീറ്റെയിലായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പരിണിതിയായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. പൊതുവെ ആളെ ഇസ്ലാമിക് മോഫോബിക് ആരോപണങ്ങൾക്ക് യുക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ആളുകൾ മറുപടി പറയുക എന്നുള്ളതല്ല ഒരാവശ്യം. ഇപ്പം മറുപടി പറഞ്ഞിട്ടും ഇതില്ല കാര്യമില്ല. കാരണം യുക്തിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമല്ല, മറുപടിയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, CPMൻ്റെ തന്നെ ഒരു പബ്ലിക്കിൻ്റെ ഒരു കോൺഷ്യസിലുള്ള പൊതുവായ നിലപാടാണ് ഈ ന്യൂനപക്ഷ വർഗീയത ഈക്വൽ ടു ഭൂരിപക്ഷ വർഗീയത. അതിനെ വേറെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ വർഗീയത എന്ന് പറയുന്ന പദത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ പദപ്രയോഗത്തിനുണ്ട് എന്ന് മാത്രമല്ല, ആരുമായിട്ടാണ് സമീകരിക്കുന്നതെന്ന് ഒന്ന് അത് രണ്ട് പ്രശ്നമുണ്ട്. അതിലൊന്ന് ഇവിടെ പിന്നെ ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ അതിനെ അടിച്ചമർത്താൻ നേതൃത്വം നൽകുന്ന സാമൂഹിക അധികാര, രാഷ്ട്രീയ, സാമ്പത്തിക അധികാരമുള്ള ഒരു വംശഹത്യ ഉന്മൂലനം ലക്ഷ്യമാക്കി എഴുതി വെച്ച ഒരു വിഭാഗവുമായിട്ട് ഹിന്ദുത്വ ആശയവുമായിട്ട് സമീകരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ ഈ സമീകരണത്തിൽ തന്നെ ഒരു യുക്തിയില്ലായ്മ ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ എങ്ങനെയാണ് ഇത് ആളുകൾക്ക് പെട്ടെന്ന് ഇതിനെ ഇത് CPM ഒരു രാഷ്ട്രീയ നിലപാടായി എടുത്തതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമല്ല, സമീകരണത്തിൽ ഇത് ഈക്വൽ ടു ഭൂരിപക്ഷ വർഗീയത ഈക്വൽ ടു ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുമ്പോൾ ഈ ഭൂരിപക്ഷ വർഗീയത അഥവാ ഭൂരിപക്ഷ വർഗീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സംഘപരിവാറിൻ്റെ വംശീയത അത് ഒരു ചെറിയ കാര്യമാണ് എന്ന് നിസ്സാരവൽക്കരിക്കൂടി. കാരണം ആളുകൾക്ക് ന്യൂനപക്ഷ വർഗീയത എന്നത് എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഇവിടുത്തെ മുസ്ലിംസ് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾ RSS ഉൽപ്പാദിപ്പിക്കുന്ന RSS ചെയ്തിട്ടുള്ളതുപോലത്തെ വംശീയമായിട്ടുള്ള ഒരു ആക്ടിലും എൻഗേജ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് അനുഭവം ഇല്ലാത്തൊരു സാധനമാണ് ഈ ന്യൂനപക്ഷ വർഗീയത. അപ്പോൾ RSS വളരെ നിസ്സാരമാണ്. അതിൻ്റെ ആഴത്ത്, അതിൻ്റെ വംശീയതയുടെ ആഴത്ത് നിസ്സാരവൽക്കരിക്കുക കൂടി ഈ സാമാന്യവൽക്കരണത്തിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ മതരാഷ്ട്രം എന്ന് പറയുന്നത്. അത് ആഴത്തിൽ ചിന്തിക്കേണ്ട സാധനമാണ്. എന്താണ് മതരാഷ്ട്രം? യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു സങ്കല്പത്തിൽ അങ്ങനെ ഒരു മതരാഷ്ട്രം എന്ന സങ്കല്പമില്ല. ഇപ്പോൾ ഒരു നിരന്തരം പഴിചേർക്കാനുള്ള ഒരാളാണ് മൗദൂദി. അപ്പോൾ ശരിക്കും മൗദൂദിയുടെ കൃതികൾ, ഇപ്പോൾ മൗദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ മതരാഷ്ട്രത്തെ അദ്ദേഹം നിശിതം വിമർശിക്കുന്നുണ്ട്. അതായത് അതൊരു യൂറോപ്യൻ റിനൈസൻസിനെ തുടർന്ന് യൂറോപ്പിലുണ്ടായൊരു ക്രിസ്ത്യൻ തിയോക്രാറ്റിക് സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നു, പുരോഹിതന്മാർ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല ഇസ്ലാമിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം അതിനുശേഷം രൂപപ്പെട്ടു വന്ന ഡെമോക്രസി എന്ന് പറയുന്ന അത് ഒരു കൊളോണിയൽസും നാഷണൽ സ്റ്റേറ്റും കൂടി വന്നതിന് ശേഷം ഉണ്ടാക്കിപ്പെട്ട ഒരു സിസ്റ്റമാണ് ഡെമോക്രസി. ആ ഡെമോക്രസിക്കകത്തും എന്ത് വരുന്നുണ്ട്, വംശീയതയും മെജോറിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് ഇതേ നിലപാടുള്ള ആളുകൾ തന്നെയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ CPMൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ഓരോ വ്യക്തിക്കും അവർക്ക് എന്തും നേടാമെന്നുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ് കൊടുത്താൽ അങ്ങനെയാണ് ക്യാപിറ്റൽസ് ഉണ്ടാകുന്നതെന്നാണ്. അങ്ങനെയാണ് ദേശസാൽക്കരണം നടത്തുന്നത് CPMൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ. ഇപ്പോൾ മൗദൂദി അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് മൗദൂദിയുടെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഉമേറ ഇഖ്തിദാറിനെ പോലെ ആയിഷ ജലാലിനെ പോലെയുള്ള അക്കാഡമിഷ്യർ പറയുന്ന മൗദൂദിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം
ഒരേ സമയം തിയോക്രാറ്റിക് സ്റ്റേറ്റിനെ നിഷേധിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഡെമോക്രസിയിലുള്ള ഈ ഒരു മെജോറിറ്റേറിയസം വാദത്തിനെ എതിർത്തുകൊണ്ടാണ് തിയോ ഡെമോക്രസി എന്നൊരു കൺസെപ്റ്റ് വെച്ചത്. അപ്പോൾ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മതരാഷ്ട്രം എന്ന്. അപ്പോൾ ഈ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെയുള്ള പ്രശ്നം അടിസ്ഥാനപരമായിട്ട് CPMൻ്റെ പ്രശ്നം, മതം എന്ന് പറയുന്നതിനെ ഒരു യൂണിലാറ്ററൽ, ഒരു ഏക അച്ചിലുള്ള ഒരു കാറ്റഗറിയാണ് ഉൾപ്പെടുത്തി. അത് സോഷ്യലിസവും കമ്മ്യൂണിസവും നിങ്ങൾ ഒരേ അച്ചിൽ பார்ത്താൽ അതേപോലെ തന്നെയാണ് ഇത്. മതം എന്ന് പറയുന്ന കാറ്റഗറി അതൊരു മോഡേൺ ടൈമാണ്, റിലീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ മുമ്പ് പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ള ഒന്ന് ആ ഒരു അച്ചിൽ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമല്ല, രണ്ട്, ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ പറയുന്ന ഒരു പിന്നെ പാരമ്പര്യമായിട്ടുള്ള ഒരു സെമിറ്റിക് മതസങ്കല്പവുമായിട്ടോ കൂടിച്ചേർക്കാൻ പറ്റുന്ന, അതിനാണെങ്കിൽ നമുക്ക് സയനിസമായോ നാസിസവുമായിട്ടോ കൂടിച്ചേർക്കാൻ പറ്റുന്ന ഒരു വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രത്തെ ചുരുക്കിക്കെട്ടുകയോടെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഒരേ സമയം ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിനെ തന്നെ മനസ്സിലാക്കാത്ത, അതല്ലെങ്കിൽ ഈ ഒരു മതരാഷ്ട്രം എന്ന് വാദം എന്ന് പറയുന്നത് ഏതോ അർത്ഥത്തിൽ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനെ പുതിയ കാലത്ത് അതിനെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്ന സമീകരണ യുക്തി നടത്തുന്നത് പോലെ തന്നെ അതിനെ പിന്നെ മുസ്ലിം അവകാശ ചോദ്യങ്ങളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതായിട്ട് പദാവലിയായിട്ട് അത് മാറിക്കഴിഞ്ഞു. അതാണിപ്പോൾ നിരന്തരം ഈ ഒരു ഇക്വേഷൻ എന്നുണ്ടല്ലോ, അത് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇത് ആളുകൾ പെട്ടെന്ന് അതിൽ കൺവിൻസ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണിത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇസ്ലാമോഫോബിയ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുത്വ ഒരു RSSകാരും അങ്ങനെയുള്ള ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് എല്ലാത്തരം ആളുകൾക്കിടയിലും ഇസ്ലാമോഫോബിയ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു RSSകാരനല്ലാത്ത ഒരാളും ഇസ്ലാമോഫോബിക്ക് ആവാം. അപ്പോൾ ഇസ്ലാമോഫോബിക്ക് പലതരത്തിൽ അർത്ഥങ്ങൾ നൽകിക്കൊണ്ടാണ് ആളുകൾ അതിനെ, ഓരോ ആളുകളും പറയുന്നത് ഞങ്ങൾ ഇസ്ലാമോഫോബിക് അല്ല എന്നെല്ലാവരും പറയാറുണ്ട്. ജയരാജിൻ്റെ പുസ്തകത്തിൽ ഇസ്ലാമോഫോബിയെ കുറിച്ച് പറയുന്നുണ്ട്. ജയരാജിൻ്റെ പുസ്തകത്തിൽ നമ്മളുടെ പാർട്ടി സെക്രട്ടറിയുടെ ആമുഖ അവതാരികയല്ലേ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ആ അവതാരികയിൽ ഇസ്ലാമോഫോബിയെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പുസ്തകമാണ് ജയരാജിൻ്റെ പുസ്തകം. പക്ഷേ അതിൽ പാർട്ടി സെക്രട്ടറി ഇസ്ലാമോഫോബിയനെ വിമർശിക്കുന്നൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിൽ അദ്ദേഹം ഇസ്ലാമോഫോബിയയെ കുറിച്ച് പറയുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ ഉള്ളൊരു കാര്യമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അത് CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു കാണുന്നില്ല. അപ്പോൾ ഇസ്ലാമോഫോബിയ അങ്ങനെയുണ്ട്, തങ്ങൾക്ക് അപ്പുറത്തുള്ള ആളുകൾ ചെയ്യുന്നൊരു കാര്യമായിട്ട് ഇസ്ലാമോഫോബിയ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഒരു പ്രോബ്ലം. മറ്റൊന്ന്, മതരാഷ്ട്രവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ RSSനെ ശരിക്കും നേരത്തെ പറഞ്ഞ ഒരു ഭൂരിപക്ഷ വർഗീയത സമം ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് ശരിക്കും പറഞ്ഞാൽ മതരാഷ്ട്രവാദം. കാരണം എന്താണെന്ന് വെച്ചാൽ BJPയെ അല്ലെങ്കിൽ RSSനെ അല്ലെങ്കിൽ ഹിന്ദുത്വരെ സംഘപരിവാറിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ആശയമായിട്ടാണ് അവരൊരു ധാരാളം മതരാഷ്ട്രവാദം എന്നവർ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അത് അക്ഷരാർത്ഥത്തിൽ ഒരു മതരാഷ്ട്രം സാധ്യമല്ല എന്ന് അംബേദ്കർ തന്നെ വളരെ വ്യക്തമായിട്ട്, ഒരു ജാതി രാഷ്ട്രങ്ങൾ മാത്രമാണ് സാധ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ജാതിയെക്കുറിച്ച് അവർക്ക് അറിയില്ല. CPMൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ജാതി മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടെ പൊതു പ്രശ്നങ്ങളിലൊന്നാണ് അവർക്ക് ജാതി അർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലൊരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാകുന്നതിന് കാരണം വെച്ചാൽ ഇന്ത്യയിൽ ജാതി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ജാതിയുള്ള ഒരു രാഷ്ട്രത്തിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ജാതി ഹിന്ദു മതത്തിൽ നിന്ന് എടുത്തു മാറ്റാനും കഴിയില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനവർ മതരാഷ്ട്രം എന്നാണ് സാധാരണ ഇടതുപക്ഷ എഴുത്തുകാരുടെ കൃതികളിൽ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അതിന് പകരം വയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഒരു മതരാഷ്ട്ര ആരോപണമായിട്ട് കടന്നു വരുന്നത്. വളരെ മുന്നേ ഈ മതരാഷ്ട്ര ആരോപണങ്ങൾ അങ്ങനെ ഞാനത് വളരെ കൃത്യമായി പരിശോധിച്ചിട്ടില്ലെങ്കിലും വളരെ മുന്നേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവരങ്ങനെ മതരാഷ്ട്രം എന്നൊരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഞാനതൊന്ന് പരിശോധിക്കേണ്ടതാണ് ആ ഒരു കാര്യം. അപ്പോൾ അതിന് പകരം മുസ്ലിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു പദവി അല്ലെങ്കിൽ ഒരു കുഴപ്പമായിട്ടായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ പുതിയ കാലത്ത് മതരാഷ്ട്രം എന്നുള്ള ആരോപണം മുസ്ലിം സംഘടനകളുടെ മുകളിൽ ഉന്നയിക്കുന്നത് എന്നാണ് എനിക്ക് അതായിട്ട് വന്നുകൊണ്ട് തോന്നുന്നത്. എന്തുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയെ അല്ലെങ്കിൽ അത്തരം സംഘടനകൾ CPM ഇങ്ങനെ ഇപ്പോൾ കൂടുതലായിട്ട് വിമർശിക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്കതിൽ തോന്നിയൊരു വേറൊരു കൗതുകരമായ സംഗതി, ഇപ്പോൾ എക്കണോമിക്കലി വീക്കർ സെഷൻസ് EWS നിയമം അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ EWSന് സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ മുന്നാക്കക്കാരിൽ പിന്നാക്കക്കാർക്ക് ഉള്ള സംവരണം എന്ന പേരിൽ ഇടതുപക്ഷം കൊണ്ടുവന്നൊരു സംഗതിയെ വളരെ പെട്ടെന്ന് വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇത് സാമ്പത്തിക സംവരണമല്ല, ഇത് സവർണ സംവരണമാണ് എന്ന ഒരു
അക്കാദമിക് പദത്തിലേക്ക് ഇതിനെ കോയിൻ ചെയ്ത് കേരളത്തിൽ അവതരിപ്പിച്ചത് എൻ്റെ ശ്രദ്ധയിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംഘടനകളാണ്. അപ്പോൾ നേരത്തെ ബാബുചേട്ടൻ പറഞ്ഞ പോലെ CPM-നകത്ത് വർക്ക് ചെയ്യുന്ന ജാതിയെ വളരെ പ്രത്യക്ഷത്തിൽ തുറന്നു കാണിക്കുകയും അഥവാ സാമ്പത്തിക സംവരണം എന്ന പേരിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സവർണ സമരം, അതിനെ കൃത്യമായി അതിൻ്റെ ഓരോ മെഷീനറി മെക്കാനിസം ഒക്കെ എടുത്തിട്ട് തന്നെ കൃത്യമായി പറയുമ്പം അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളെ വളരെ കൃത്യമായി പൊതുസമൂഹത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു എന്നത് അവരുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ KS-ഉമായി ബന്ധപ്പെട്ട അതിൻ്റെ 3 സ്ട്രീമുകളിലും സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. അവിടെ നോക്കുമ്പോഴും ഈ KS-ലെ 3 സ്ട്രീമുകളിലും സംവരണം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്തുണ്ടാകുന്നത് കേരളത്തിൻ്റെ പൊതു ഇടത്തിൽ വളരെ വിസിബിളായിട്ട് എൻഗേജ് ചെയ്യുന്നുള്ളത് ഇത്തരം സംഘടനകളാണ്. ഇനിയിപ്പോൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയം, കേരളത്തിൽ ജാതി സെൻസസ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടനകളും മറ്റും ഏറ്റെടുക്കാത്ത സമയത്ത് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ CPM-ഉം ഇന്ത്യ മുന്നണിയും ഒക്കെ ഒന്നിച്ചെടുത്തൊരു തീരുമാനം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ പ്രത്യക്ഷമായി ഇവിടുത്തെ സമുദായ സംഘടനകളുമായൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് അത്തരം സമരങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുവരുമ്പം CPM മനസ്സിലാക്കുന്ന CPM-ൻ്റെ ആന്തരികമായി സ്വാംശീകരിച്ച അവരുടെ ഒരു സവർണ ബോധത്തെ വളരെ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്നു എന്നതുകൂടി ഈ ജമാഅത്തെ ഇസ്ലാമി വിമർശനത്തിലുണ്ട്. മറ്റ് മുഖ്യധാര മുസ്ലിം സംഘടനകൾ മറ്റ് ചില സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻഗേജ് ചെയ്യുമ്പം ആഭ്യന്തരമായും ആന്തരികമായും CPM-നകത്തും CPM ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള സവർണ ബോധങ്ങളെ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന ഭാഷയിൽ എക്സ്പോസ് ചെയ്യുന്നു എന്നതുകൂടി ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ടെററൈസ് ചെയ്യുന്നതിൽ CPM-ന് കാരണമായി മാറുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിലൊരു ഞാൻ മനസ്സിലാക്കുന്ന നമ്മൾ ഈ വാർ ഓൺ ടെറർ പ്രൊജക്റ്റിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ നേരത്തെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സൂഫി ഇസ്ലാം എന്ന് പറയുന്ന ബൈനറി രൂപപ്പെടുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ ഭരണകൂടമായിട്ട് വിമർശനം ഉന്നയിക്കുന്ന, അധികാരവുമായിട്ട് എൻഗേജ് ചെയ്യുന്ന, രാഷ്ട്രീയപരമായി സംസാരിക്കുന്ന ആളുകളെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കാറ്റഗറി ഈക്വൽ ടു ടെററിസം. മറ്റടുത്ത് നിങ്ങൾ ഇതിനോടൊക്കെ വിധേയപ്പെട്ട് പിന്നെ വളരെ സൗമ്യമായിട്ട് എന്നാൽ സൂഫി ഇസ്ലാം എന്നുള്ള ഈ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ടെററിസം എന്നുള്ള ലോജിക്കിലേക്ക് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ നമ്മൾ ഡിനയൽ ഓഫ് മുസ്ലിം പൊളിറ്റിക്കൽ സബ്ജക്റ്റിവിറ്റിയാണ് ഇസ്ലാമോഫോബിയ എന്നത്. അതായത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കർത്തൃത്വത്തെ നിരാകരിക്കലാണ് ഇസ്ലാമോഫോബിയ എന്നത് വരാനുള്ളൊരു കാരണം ആ രാഷ്ട്രീയ കർത്തൃത്വത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒന്നിനെ കൂടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് വാർ ഓൺ ടെറർ പ്രൊജക്റ്റ് നിർവചിച്ചു തന്നതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് രാഷ്ട്രീയം സംസാരിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഭരണകൂടവുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ആളുകളെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന തീവ്രവാദ നരേഷൻ കൊണ്ടുണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും ആ രാഷ്ട്രസങ്കല്പവുമായി ബന്ധപ്പെട്ട് വരും. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി കാണിക്കുന്ന ഫ്ലെക്സിബിലിറ്റി പോലും ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ഇവിടെയുള്ള സുന്നി വിശ്വാസികൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കാണിക്കാറ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഏറ്റവും വലിയ വിവാദമാണ് സംഘടിതമായിട്ടുള്ള സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് അത് നടത്തുന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമിയാണ്. അതിൽ ഇവിടുത്തെ പാരമ്പര്യ സുന്നി വിശ്വാസികളെടുത്ത സമീപനം എന്ന് പറയുന്നത് അത് അങ്ങനെ സംഘടിതമായിട്ട് പിന്നെ പിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം വരുന്ന സന്ദർഭത്തിൽ മാത്രം, ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തിൽ മാത്രം പറ്റുന്നതാണ് എന്നതാണ്. അഥവാ ആ ഒരു രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ എങ്ങനെയാണ് പിന്നെ വേറിട്ട് നിർത്തുന്നത്? അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തി മാത്രം അതിനെ വേറൊരു കൊനോട്ടേഷനിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാതെ പോകുന്നതാണ്. അതിൽ പിന്നെ ഇപ്പോൾ ഏറ്റവും രസകരമായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു തോന്നുന്നു നമ്മൾ പിന്നെ SYS-ൻ്റെ ജില്ലാ സെക്രട്ടറിയായ മുഹമ്മദ് അലി കിനാലൂർ, അദ്ദേഹം ഇപ്പോൾ നിലവിൽ പിന്നെ AP കാന്തപുരം വിഭാഗം CPM-ഉമായിട്ട് പല രൂപത്തിൽ പിന്നെ യോജിച്ചു പോകുന്ന ആളുകളാണ്. അതേസമയം അദ്ദേഹം ഒരു വിമർശനം ഇപ്പോൾ നടക്കുന്ന CPM-ൻ്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ആരോപണത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അതിൽ CPM-നെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടിട്ടോ അതല്ല ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് വോട്ട് പിന്തുണ നൽകിയെന്നത് പോലും പറഞ്ഞിട്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ച ഉയർന്നു വരുന്നു. അതിൽ ഒരു വംശീയതയുണ്ട്, ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അദ്ദേഹം അതേസമയം അതിൻ്റെ താഴെ കമൻറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ തന്നെ പല ചാപ്പകളും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൽ തോന്നിയ രസകരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേ ലോജിക്ക് അദ്ദേഹം കുറച്ച് മുമ്പ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ
എന്ത് ചെയ്തില്ലല്ലോ, മെക്സവൻ എന്ന് പറഞ്ഞ വിവാദം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇതേ ലോജിക്ക് തന്നെയാണ് മെക്സവൻ എന്ന് പറയുന്ന വിവാദത്തിൽ അത് ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട, അതിൻ്റെ വംശീയതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പദാവലിയാണ് പെർസീവ്ഡ് മുസ്ലിംനെസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മുസ്ലിം ആവണമെന്നൊന്നുമില്ല, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടണം. അങ്ങനെയാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദം. അതുപോലെയാണ് മുസ്ലിം പ്രാതിനിധ്യമുള്ള, അങ്ങനെയാണ് മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. ആ വിവാദത്തിന് തിരികൊളുത്തിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇതേ ലോജിക്ക് അന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ത്യയിലൊട്ടാകെ പ്രചരിപ്പിച്ച ആ ഒരു ആയുധം മുസ്ലിങ്ങൾ പിന്നെ പ്രഭാതത്തിലൂടെ അവർ പിന്നെ കായിക ഇത് നടത്തിയിട്ട് എന്തോ നേടാൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിലൊരു വംശീയ ആരോപണത്തിന് അതേ ലോജിക്ക് നേരത്തെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യില്ല, ആ ഒരു ഇസ്ലാമോഫോബിക് നരേറ്റീവിനെ തടയിടാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഈ ഇലക്ഷനായിട്ട് വന്നവരുണ്ടേ, ഞാനെപ്പോഴും എനിക്കൊരു ഒരു വിമർശനമായിട്ട് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, CPM ശരിയാണ്, CPM അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആരോപണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളുമായിട്ട് മത്സരരംഗത്തുണ്ട്. അത് പത്രങ്ങൾ അതിന് വ്യാപകമായി പ്രചാരം കൊടുക്കുന്നു. പക്ഷേ അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലാണോ മറ്റാളുകളുടെ ചോദ്യം? അവർക്ക് അവരുടേതായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഉത്തരങ്ങളില്ലാതിരിക്കുകയും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഉത്തരം പറയേണ്ട ആളുകളായി മാറുകയും ചെയ്തു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം അഷ്റഫ് കൊല ചെയ്യപ്പെട്ടു, ആൾക്കൂട്ട ആക്രമണത്തിൽ ഇരയായി കൊല ചെയ്യപ്പെട്ടു. ഇതിൽ CPMൻ്റെ ഭാഗത്തുനിന്ന്, CPM എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അതായത് അവിടെ കുറ്റവാളികളെ അവരെ നടപടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, ഇവിടെ CPM ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ ഒരു കത്തെഴുതാമല്ലോ അങ്ങോട്ട്. നേരത്തെ സിദ്ദീഖ് കാപ്പൻ്റെ ഇഷ്യൂവിൽ കത്തെഴുതാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കത്തെഴുതാമല്ലോ, അവർക്ക് എന്താണ് അവിടെ നടക്കുന്നത് അറിയാമല്ലോ. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ ഇസ്ലാമോഫോബിയയിൽ ബന്ധപ്പെട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമോഫോബിയ നമ്മൾ കക്ഷി രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കരുത്. അത് അടിസ്ഥാനപരമായും കക്ഷി രാഷ്ട്രീയ പ്രശ്നത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇസ്ലാമോഫോബിയയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയൂ. കാരണം ഇസ്ലാമോഫോബിയ ഒരു ജനത അനുഭവിക്കുന്ന, അത് മുസ്ലിങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്ന ഇസ്ലാമോഫോബിയുടെ ഇരകൾ മറ്റാളുകളും ഇസ്ലാമോഫോബിയുടെ ഇരകളാണ്. ഇപ്പോൾ കേരളം ഇസ്ലാമോഫോബിയുടെ ഇരയായിട്ടൊരു സംസ്ഥാനം, കാരണം ജിഹാദി സംസ്ഥാനങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. പ്രതിപക്ഷത്തിന് മറുപടി പറയാൻ പറയാത്തത് അവരും ഈ ഇതിൻ്റെ ഇസ്ലാമോഫോബിക് ആർഗ്യുമെന്റിൻ്റെ അകത്താണ് ജീവിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാമോഫോബിയ, നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്ലാമോഫോബിയനെ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി ചുരുക്കാൻ പാടില്ല. അത് സൈദ്ധാന്തികമായിട്ടും പ്രായോഗികമായിട്ടും നേരിടേണ്ട പ്രശ്നങ്ങൾ. ഇപ്പോൾ പോലീസിൻ്റെ ഇഷ്യൂ എന്തുകൊണ്ടാണ്, ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി പോലീസ് ഇഷ്യൂ ഉന്നയിക്കാത്തത്? ആ പ്രശ്നം ഉന്നയിക്കുകയാണ് ഇതിനേക്കാളും ഉയർന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു. മുസ്ലിങ്ങൾ അതിനൊരു പ്രശ്നം, അത് ഉന്നയിക്കുമ്പോൾ അതൊരു മുസ്ലിം സോഫ്റ്റ് ആവുമോ എന്ന പേടിയുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നി. അത് ഇസ്ലാമോഫോബിയയുടെ ഭാഗം തന്നെയാണ്. പ്രശ്നം ഇതാണ്, ഇസ്ലാമോഫോബിയ മറ്റൊരാളെ വായടപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് ഇസ്ലാമോഫോബിയയെ കുറിച്ചുള്ള നമ്മളുടെ ചർച്ചകൾ മാറാൻ പാടില്ല. അതിൽ നിന്ന് വിട്ട് കക്ഷി രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് അതിനെ മാറ്റി വയ്ക്കുകയും അതിനെ നേരിടാനുള്ളൊരു ടൂളായിട്ട് നമ്മൾ അതിനെതിരെയുള്ള പോരാട്ടം വികസിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് എനിക്ക് എപ്പോഴും വിമർശനമായിട്ട് തോന്നിയിട്ടുള്ളത്. ശരിയാണ്, അതിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു സംഘടനയെ വിമർശിക്കും ഇസ്ലാമോഫോബിയ എന്ന ചോദ്യത്തിന് ആരെ വിമർശിച്ചു എന്നതല്ല പ്രശ്നം, എന്താണ് വിമർശിക്കപ്പെട്ടത്, അതിൽ വംശീയതയുണ്ടോ എന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തുറന്നു തന്നത് വലിയൊരു ആഖ്യാന സാധ്യതയാണ് യഥാർത്ഥത്തിൽ. കാരണം മുമ്പ് നമ്മൾ ഹിന്ദുത്വം എന്ന് പറയുന്ന പദാവലി ഉപയോഗിക്കുന്ന സമയത്ത് ഉള്ളതിനേക്കാളും വംശീയതയെ സൂക്ഷ്മമായിട്ട് മറ്റു കക്ഷി രാഷ്ട്രീയങ്ങളിൽ മറ്റു ഇടങ്ങളിൽ നിന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അഡ്രസ്സ് ചെയ്യാൻ പറ്റി. അതാണ് അത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഡിഫെൻസിലാകുന്നതും ഇതാകും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ആ വാക്കിനെ തന്നെ ഇപ്പോൾ ജയറാം ജനാർദ്ദനെ പോലെയുള്ള ആളുകൾ ഫേസ്ബുക്കിൽ എഴുതുന്ന കാണാം, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ വാക്കാണത്, അവർ ഇരവാദം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് ആ വാക്കിനെ തന്നെ എന്ത് ചെയ്യുകയാണ്, ലെജിറ്റിമൈസ് ചെയ്യാനുള്ള, അതിനെ അപഹസിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം അത് ആ വാക്ക് യഥാർത്ഥത്തിൽ തുറന്നു തന്ന ഇവിടുത്തെ വിവേചനങ്ങളെയും വംശീയതകളെയും മനസ്സിലാക്കാൻ പറ്റുന്ന
വലിയൊരു ആഖ്യാന സാധ്യതയും തുറവിയുണ്ട്. അത് മുമ്പ് ഹിന്ദുത്വം മാത്രം ഒന്ന് ഉപയോഗിച്ചാൽ നമുക്ക് മറ്റു ഇടങ്ങളിലെ ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഭാഷ യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റിക്കോ ഇവിടെയുള്ള പൊതുജനതയ്ക്കോ ഇല്ലായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു തുറവിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാക്കുകൊണ്ടും അതിൻ്റെ പ്രയോഗം കൊണ്ടും ഉണ്ടായിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതൊക്കെ തന്നെയാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ പിന്നെ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിൽ മൈനോറിറ്റി സിൻഡ്രമാണ് ഈ മുസ്ലിം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുമ്പം ഇതൊരു മൈനോറിറ്റി സിൻഡ്രമാണ് എന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആൾ MP ബഷീർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ്. അതായത് ഏതോ ഒരർത്ഥത്തിലൊരു കമ്മ്യൂണിറ്റീൻ്റെ ലാബിലുള്ളൊരു മനുഷ്യൻ തന്നെ മുസ്ലിം പ്രതിസന്ധികളെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊരു മൈനോറിറ്റി സിൻഡ്രത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന നരേഷനൊക്കെ ഇവിടെ ബിൽഡ് ചെയ്യപ്പെട്ടതും ഇത്തരം വ്യവഹാരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയാണ്. ഇപ്പോൾ CPM-നകത്ത് തന്നെ ഇപ്പോൾ ഈ മരുമോൻ വിവാദം വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ എന്തുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസിനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മുസ്ലിം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുമ്പം സനോജനില്ലാത്ത ബാധ്യത റഹീമിനുണ്ടാകുന്നു. റഹീമിന് മാധ്യമങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന റഹീം അതിൽ കമൻറ്റ് കൊടുക്കേണ്ടി വരുന്നു. സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ലാത്ത ബാധ്യത അഖിലേന്ത്യാ പ്രസിഡൻറ്റിന് DYFIയുടെ നേതാവിനുണ്ടാകുന്നു എന്നതൊക്കെ. അപ്പോൾ ഒരേ സമയം ഇസ്ലാമോഫോബിയയുടെ പ്രതിസന്ധികളെ പിന്നെ അക്കോമഡേറ്റ് ചെയ്തും അല്ലെങ്കിൽ അതിൽ പിന്നെ വിങ്ങിപ്പൊട്ടിയും എന്നാൽ ഇതിൻ്റെ മാർക്കറ്റിനെ തേടിക്കൊണ്ടുമുള്ള ഒരു ശ്രമത്തിലാണ് CPM ഉള്ളത്. ആത്യന്തികമായി ഇത് കേരളത്തിൻ്റെ ആരോഗ്യകരമായ മതനിരപേക്ഷ മുന്നോട്ട് പോക്കിന് നല്ലതല്ല. ഇത് CPM തിരുത്തിന് CPM മാത്രം തകർന്നു പോവുകയാണെങ്കിൽ അതൊരു പാർട്ടിയുടെ തകർച്ചയായിട്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷതയുടെ തലക്കൽ കത്തിവെക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നന്നേ ചുരുങ്ങിയത് ഇടതുപക്ഷ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 കൊല്ലങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ നരേഷൻ വേറെ അർത്ഥത്തിലൊരു ശക്തമായിട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇസ്ലാമോഫോബിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 24 തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളതിനെ കണക്കെടുക്കുന്ന സമയത്ത് ഒരു മാസമൊക്കെ നോക്കി കഴിഞ്ഞാൽ 2 പേരാണ് പറഞ്ഞിട്ടുണ്ടാവുക. 2 രാഷ്ട്രീയക്കാരാണ് ഇസ്ലാമോഫോബി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ ആ ഒരു ആഖ്യാന സാധ്യത, ആ ഒരു ഇഷ്യൂവിനെ ഇത് പ്രതിപക്ഷ നേതാവ് പോലും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ജയരാജൻ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ജയരാജൻ്റെ പുസ്തകത്തിലും ഇസ്ലാമോഫോബിയ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലത് അപ്പോൾ അവിടെയും നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് ഇതാണ്, നമ്മളതിനെ കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തേക്ക് ഇതിനെ കൊണ്ടുവരികയും വികസിപ്പിക്കുകയും. ബാബുചേട്ടൻ പറഞ്ഞൊരു പോസിറ്റീവ്. ഇപ്പോൾ ഇത്തവണത്തെയും ജമാഅത്തെ ഇസ്ലാമി UDF ചർച്ചകളിൽ കോൺഗ്രസ് ഒരൊറ്റ നിലപാട് സ്വീകരിച്ചു എന്നത് വളരെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയാണ്. അവരതിലൊരു സ്റ്റാൻഡ് എടുത്തു. മുമ്പ് അങ്ങനെയല്ല, മുല്ലപ്പള്ളി വേറൊന്ന് പറയും, സുധാകരൻ വേറൊന്ന് പറയും, അതിനകത്ത് കിടന്ന് പറയുന്ന പകരം അവർ പറഞ്ഞ നിലപാടിൽ അവർക്കൊരു വ്യക്തതയും ബോധ്യവും ഉണ്ടാകുന്നു എന്നത് വളരെ സന്തോഷകരമായ. മുസ്ലിം നേതാവ് തന്നെ, ഒരു സമുദായ നേതാവ് തന്നെ, ഞാൻ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, മൂപ്പര് പറഞ്ഞു അതൊരു ആശയപരമായ തർക്കമാണ്, ഒരു ജെഫ്രി തങ്ങൾ ദൈവശാസ്ത്ര പ്രശ്നമാണ് എന്നിട്ടാണ് ആളെ വാക്കത് ഞാൻ ഓർക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. കാരണം വെച്ചാൽ എങ്ങനെയാണ് തർക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ എല്ലാം തർക്കിക്കുകയാണോ? അല്ലല്ലോ. ചില പ്രശ്നങ്ങളിലാണ് തർക്കങ്ങളുണ്ട്. അതൊരു ആശയപരമായ ഭിന്നതയാണ്. ആശയപരമായ ഭിന്നതയുള്ളവർക്ക് രാഷ്ട്രീയമായി യോജിക്കുന്നൊരു വിരോധമില്ല. അത് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ വളരെ പക്വമായിട്ടുള്ള ഒരു നീക്കമാണ്. മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ മുന്നോട്ട് പോക്കിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇത്തരം നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ. അത് ഇത്തവണ കഴിഞ്ഞ തവണ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ വളർന്നു വരുന്നത് ഇസ്ലാമോഫോബിയക്കെതിരുള്ളൊരു രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്തതിൻ്റെ കൂടി ഭാഗമാണ് പുതിയ ഭാഷ രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഈ വേർതിരിവ് ഉണ്ടാകുന്നത്. ഇതൊരു ആശയപരമായ ഭിന്നതയാണെന്ന്, അത് രാഷ്ട്രീയത്തെയും ആശയത്തെയും വേർതിരിക്കാം എന്ന് ദൈവശാസ്ത്രം വേർതിരിക്കാൻ കഴിയും എന്നൊക്കെയുള്ള രീതിയിൽ മുന്നേറ്റം. 2015 JNU SFIക്കാർ പറഞ്ഞത് ഒരു അക്കാഡമിക് ജാർഗനാണ് എന്നതാണ് ഈ പദം തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ വ്യത്യസ്ത അർത്ഥത്തിൽ ഇവിടുത്തെ ഒരു പൊതു പദാവലിയായിട്ടും ആളുകൾക്കിടയിലേക്ക് ആളുകളെ നിർവചിക്കാൻ കഴിയുന്ന, വിലയിരുത്താൻ കഴിയുന്ന ഒരു ഇതായിട്ട് മാറിയതിന് പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത് അർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ പിന്നെ സവിശേഷമായിട്ട് തന്നെ ഇസ്ലാമോഫോബിക് ഓഡിറ്റുകൾ നടത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യത്തിനും അദ്ദേഹത്തിനും
അതിൻ്റെ മുന്നോട്ട് പോക്കിനും ഇവിടുത്തെ സമുദായങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെയും മുന്നോട്ട് പോക്കിനും ഒക്കെ വളരെ അനിവാര്യമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ അബദ്ധം കാണിക്കില്ല. അതായത് അവർ ഇതിനെ തിരിച്ചറിയും. കാരണം അവിടെയാണല്ലോ ഇതിൻ്റെ ഒരു പരീക്ഷണശാല. അവിടെ ഇതൊന്നും ഏശാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്.